DNA replication basic features and different models proposed. ഈ സെഷനിൽ DNA replicationന്റെ ഫണ്ടമെന്റൽ ആസ്പെക്ട്സും അതുപോലെ തന്നെ പലതരത്തിലുള്ള റെപ്ലിക്കേഷൻ മെക്കാനിസംസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡൽസിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മെക്കാനിസം ഏതാണ് എന്നുള്ളതുമൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ DNA ഡിസ്കവറി ആ മൈൽ സ്റ്റോണിനെ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. 1953 എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് DNA സ്ട്രക്ചർ ഇലൂസിഡേറ്റ് ചെയ്യുന്ന റിസർച്ച് കംപ്ലീറ്റഡ് ആയി അത് പബ്ലിഷ് ചെയ്യപ്പെട്ടത് ഫ്രാൻസിസ് ക്രിക്ക്, ജെയിംസ് വാട്സൺ, മോറിസ് വിൽക്കിൻസ്, റൊസാലിൻ ഫ്രാങ്ക്ലിൻ എന്നീ സയൻറ്റിസ്റ്റുകളാണ് ഈ പർട്ടിക്കുലർ മൈൽ സ്റ്റോണിൻ്റെ അല്ലെങ്കിൽ ഡിസ്കവറിയുടെ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നത് ഫ്രാൻസിസ് ക്രിക്കിനും അതുപോലെ തന്നെ ജെയിംസ് വാട്സണും ആണ്. 1962 നോബൽ പ്രൈസ് ഫിസിയോളജി ഓർ മെഡിസിനിൽ ഫ്രാൻസിസ് ക്രിക്കിനും ജെയിംസ് വാട്സണും മോറിസ് വിൽക്കിൻസിനും ഈ പർട്ടിക്കുലർ ഡിസ്കവറിയെ ബേസ് ചെയ്ത് കിട്ടുകയുണ്ടായി. റൊസാലിൻ ഫ്രാങ്ക്ലിനെ ഈ നോബൽ പ്രൈസിൽ നിന്ന് ഒഴിവാക്കി. അത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു തീരുമാനമായിട്ട് പിന്നീട് അറിയപ്പെട്ടു. എന്തുകൊണ്ട് മാറ്റപ്പെട്ടു എന്നുള്ളതിന് പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് നോബൽ പ്രൈസ് കമ്മിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണം പറഞ്ഞിരിക്കുന്നത് 3 പേരിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ നോബൽ പ്രൈസ് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ല, അതുകൊണ്ട് ഒഴിവാക്കി. അതുപോലെ തന്നെ 1958 അതായത് പ്രൈസ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ റൊസാലിൻ ഫ്രാങ്ക്ലിൻ ക്യാൻസർ ബാധിതയായി മരണപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അവരെ ഒഴിവാക്കി എന്നുള്ള ഒരു എക്സ്പ്ലനേഷനും ഉണ്ട്. ഈ DNA സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡിസ്കവറിയിൽ ഇനീഷ്യൽ ബൂസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് തന്നെയാണ് റൊസാലിൻ ഫ്രാങ്ക്ലിൻ. ഒരു അൺസങ് ഹീറോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അവരെ കൺസിഡർ ചെയ്യാം. അവരുടെ ബയോഗ്രഫിയൊക്കെ വളരെ ഫേമസ് ആണ്. എന്തുകൊണ്ട് ഇവരെ ഒഴിവാക്കി എന്നുള്ളതിന് ക്രിറ്റിസിസംസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് സെക്സിസം ഇൻ സയൻസ് അല്ലെങ്കിൽ ആൻറ്റി ഫെമിനിസം ഇൻ സയൻസ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കോൺട്രവേഴ്സിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. Now let us discuss about the components of the DNA. DNA exists as a double helix. 2 ആൻറ്റി പാരലൽ ആയിട്ടുള്ള സ്ട്രാൻഡ്സ് ആണ് DNA-ക്ക് ഉള്ളത്. DNA is a polymer of nucleotides. DNA-യുടെ ഫങ്ഷണൽ സ്ട്രക്ചറൽ ബിൽഡിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ്സ് ആണ്. അപ്പോൾ ഓരോ ന്യൂക്ലിയോടൈഡും 3 കമ്പോണൻസ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഒരു പെൻറ്റോസ് ഷുഗർ, ദെൻ നൈട്രോജിനസ് ബേസസ്, ദെൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇത്രയും കമ്പോണൻസ് ആണ് ഓരോ ന്യൂക്ലിയോടൈഡിനകത്തും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പോണൻസിനെയൊക്കെ കാണിക്കുന്ന ഒരു സ്ട്രക്ചറൽ എക്സ്പ്ലനേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3 പാർട്സ് ഓഫ് എ ന്യൂക്ലിയോടൈഡ്. ഇവിടെ പെൻറ്റോസ് ഷുഗർ, ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന പെൻറ്റോസ് ഷുഗർ കാണാൻ സാധിക്കും. അതിന് 5 കാർബൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 കമ്പോണൻസ് ആണ് നൈട്രോജിനസ് ബേസ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റും പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അനദർ കമ്പോണൻറ്റും. അപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നൈട്രോജിനസ് ബേസ് എന്ന് പറയുന്നത് അഡിനിൻ ആണ്. അപ്പോൾ 3 പാർട്സ് ആണ് ഉള്ളത്. ഒരു പെൻറ്റോസ് ഷുഗറും പിന്നെ ഒരു നൈട്രോജിനസ് ബേസും പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും. ഈ നൈട്രോജിനസ് ബേസസ് എന്ന് പറയുന്നത് 2 മേജർ കാറ്റഗറീസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, പ്യൂരീൻസ് ആൻഡ് പിരമിഡിൻസ്. ഇപ്പോൾ പ്യൂരീൻസിൽ വരുന്നത് അഡിനിനും ഗുവാനിനുമാണ്. അഡിനിൻ്റെയും ഗുവാനിൻ്റെയും സ്ട്രക്ചർ വൈസ് ഉള്ള ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പ്യൂരീൻസ് അഡിനിനും ഗുവാനിനും DNA-യിലും അതുപോലെ തന്നെ RNA-യിലും എക്സിസ്റ്റ് ചെയ്യും. ഇനി പിരമിഡിൻസ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. ആ പിരമിഡിൻസിൽ DNA-യിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് സൈറ്റോസിനും തൈമിനുമാണ്. അതുകൂടാതെ വേറൊരു പിരമിഡിനൂടെ ഉണ്ട്, യുറാസിൽ. അത് RNA-യിൽ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഓർത്തെടുക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ചർഗാഫ്സ് റൂൾ എന്ന് പറയുന്നത്. എപ്പോഴും പ്യൂരീൻ എന്ന് പറയുന്ന ആ നൈട്രോജിനസ് ബേസ് പെയർ ചെയ്യുന്നത് പിരമിഡിനുമായിട്ട് ആയിരിക്കും. പ്യൂരീൻസിൻ്റെയും പിരമിഡിൻ്റെയും ടോട്ടൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു DNA മോളിക്യൂളിനകത്ത് സെയിം ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ അഡിനിൻ എന്ന് പറയുന്ന പ്യൂരീൻ പെയർ ചെയ്യുന്നത് തൈമിൻ എന്ന് പറയുന്ന പിരമിഡിനുമായിട്ടാണ്. അഡിനിനും തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോൺസ് ആണ് ഇൻ ബിറ്റ്വീൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഗുവാനിനും സൈറ്റോസിനും തമ്മിൽ പരസ്പരം പെയർ ചെയ്യും. ഗുവാനിൻ എന്ന് പറയുന്ന പ്യൂരീൻ സൈറ്റോസിൻ എന്ന് പറയുന്ന
പിരമിഡിനുമായിട്ട് പെയർ ചെയ്യും. ഇവ തമ്മിലുള്ള പെയറിങ്ങിൽ 3 ഹൈഡ്രജൻ ബോൺസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി DNA-യുടെ ഡബിൾ ഹെലിക്സിന്റെ ഓവറോൾ ഓറിയന്റേഷനും അതിന്റെ സ്ട്രക്ചറൽ കോമ്പോണൻസും ഒക്കെ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻ ആണ് ഈ ഡയഗ്രത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ സിമ്പിളായിട്ട് ഡബിൾ ഹെലിക്സ് കൊടുത്തിട്ടുണ്ട്. ഈ DNA ഡബിൾ ഹെലിക്സിന്റെ ആ ഒരു റിവോൾവിംഗ് സ്റ്റെയർ കേസ് പോലെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റിവോൾവിംഗ് സ്റ്റെയർ കേസിന്റെ 2 പില്ലേഴ്സ് ആണ് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ കാണാൻ സാധിക്കും. അതിന് 2 ഓറിയന്റേഷൻ ആണ് ഉള്ളത്. അതായത് ഇതിനകത്തുള്ള പെൻറ്റോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും എങ്ങനെയാണ് അതിന്റെ ബോണ്ടിങ് നടത്തുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓറിയന്റേഷൻ വരുന്നത്. 5' to 3' ഡയറക്ഷനിലുള്ള ഒരു ഓറിയന്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ 3' to 5' ഡയറക്ഷനിലുള്ള ഒരു ഓറിയന്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പെൻറ്റോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടാണ്. ഇനി ഈ പെൻറ്റോസ് ഷുഗറിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്ത് ഈ സ്റ്റെയർ കേസിന്റെ സ്റ്റെയേഴ്സ് ആയിട്ട് നമുക്ക് നൈട്രോജനസ് ബേസസ് കാണാൻ സാധിക്കും. ഇപ്പോൾ നൈട്രോജനസ് ബേസിന്റെ പെയറിംഗ് പൊട്ടൻഷ്യൽ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. പ്യൂരിന്റെ ഓപ്പോസിറ്റ് പിരമിഡിൻ അല്ലെങ്കിൽ പിരമിഡിന്റെ ഓപ്പോസിറ്റ് പ്യൂരിൻ ഈ അറേഞ്ച്മെന്റിലാണ് വരുന്നത്. അപ്പോൾ അവ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഈ 2 ബാക്ക് ബോണിനെയും പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നത്. ആന്റി പാരലൽ ആയിട്ടുള്ള ആ 2 സ്ട്രാൻഡ്സിനെയും പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഇൻ ബിറ്റ്വീൻ അവ തമ്മിലൊരു അസോസിയേഷൻ ഉണ്ടാകുന്നത് നൈട്രോജനസ് ബേസസ് തമ്മിലുള്ള അറ്റാച്ച്മെന്റ് വഴിയാണ്. നേരത്തെ തന്നെ പറഞ്ഞു, അഡിനിനും തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോൺസ് ആണ് ഉള്ളത്. ദെൻ ഗുവാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോൺസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോൺസ് എന്ന് പറയുന്നത് മറ്റുള്ള ബോണ്ടിങ്ങിനെ അപേക്ഷിച്ച് വളരെ വീക്ക് ആയിട്ടുള്ള ഫോഴ്സസ് ആണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാൻ ഉള്ള സാധ്യത ഉണ്ട്. Now let us analyze the different types of replication models. Prior to each cell division, the genetic material of the cell must divide. This particular process is called DNA replication. ഓരോ സെൽ ഡിവിഷന്റെ ഭാഗമായിട്ടും അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ, സെല്ലിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഡിവൈഡ് ചെയ്യണം. ആ ഡ്യൂപ്ലിക്കേഷൻ പ്രോസസ്സിനെയാണ് DNA replication എന്ന് പറയുന്നത്. സെൽ ഡിവിഷന്റെ എസ് ഫേസിൽ വെച്ചിട്ടാണ് DNA സിന്തസിസ് അല്ലെങ്കിൽ DNA replication പ്രോസസ് നടക്കുന്നത്. ആ റിപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ ഡോട്ടർ സെൽസിൽ ജനറ്റിക് ഇൻഫർമേഷൻ ലാക്കിംഗ് ആയിരിക്കും. റിപ്ലിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ പല രീതിയിൽ സയൻറ്റിസ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന മോഡൽസ് ആണ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത് റിപ്ലിക്കേഷൻ മോഡൽസ് എന്ന കോണ്ടെക്സ്റ്റിൽ. ഫസ്റ്റ് മോഡലാണ് കൺസർവേറ്റീവ് മോഡൽ. An entirely new molecule is synthesized from a DNA template which remains unaltered. That is called conservative model. ഒരു പുതിയ മോളിക്യൂള് DNA ടെംപ്ലേറ്റിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോസസ്സ്. ആ ടെംപ്ലേറ്റിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇനി സെമി കൺസർവേറ്റീവ് മോഡൽ പറയുന്നത് ഈച്ച് ന്യൂ മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് 1 ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് ആൻഡ് 1 ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. DNA എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ DNA മോളിക്യൂൾ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഒരു ഓൾഡ് സ്ട്രാൻഡും ഉണ്ടായിരിക്കും, ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ DNAയിലുള്ള 2 സ്ട്രാൻഡ് റിപ്ലിക്കേഷന്റെ സമയത്ത് സെപ്പറേറ്റഡ് ആവുന്നു. ഓരോ സ്ട്രാൻഡിനെയും ടെംപ്ലേറ്റ് ആക്കി വെച്ചുകൊണ്ട് ആ ഓൾഡ് സ്ട്രാൻഡിൽ നിന്ന് പുതിയ സ്ട്രാൻഡ്സ് സിന്തസൈസ് ചെയ്യുന്നു. അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുന്നു. ഇനി അടുത്താണ് ഡിസ്പേഴ്സീവ് മോഡൽ. ന്യൂ മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെഗ്മെന്റ്സ് ഓഫ് ന്യൂ ആൻഡ് ഓൾഡ് DNA. ഒരു സെഗ്മെന്റിൽ തന്നെ പുതിയ മോളിക്യൂളിനകത്ത് ഈ ന്യൂ സ്ട്രാൻഡിന്റെ പോർഷൻ കാണും, ഓൾഡ് DNA ടെംപ്ലേറ്റിന്റെ പോർഷനും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ലബ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഡിസ്പേഴ്സീവ് മോഡൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവത്തില്ല. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കൺസർവേറ്റീവ് മോഡൽ നോക്കുകയാണെങ്കിൽ ആ പേരന്റൽ DNAയുടെ ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അതേപോലെ തന്നെ നിന്നുകൊണ്ട് അതിൽ നിന്ന് പുതിയ സ്ട്രാൻഡ് ഫസ്റ്റ് റിപ്ലിക്കേഷന്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഈ യെല്ലോ കളർ കാണിച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഒരു പുതിയ സ്ട്രാൻഡാണ്. ഇനി സെമി കൺസർവേറ്റീവ് മോഡൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഈ സെമി കൺസർവേറ്റീവ് മോഡലിന്റെ പ്രത്യേകത DNAയിലുള്ള 2 സ്ട്രാൻഡ്സും സെപ്പറേറ്റഡ് ആവുന്നു. ഓരോ സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആക്കി വെച്ചുകൊണ്ട്
ആ സ്ട്രാൻഡിൽ നിന്ന് പുതിയ സ്ട്രാൻഡ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഫസ്റ്റ് റിപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് ജനറേഷൻ റിപ്ലിക്ക നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്തൊരു ടെംപ്ലേറ്റ് സ്ട്രാൻഡും കാണും, അതുപോലെ തന്നെ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് മോളിക്യൂളിനകത്തും നമുക്ക് ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെയും കാണാം, ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡിനെയും കാണാൻ സാധിക്കും. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ബ്ലൂ കളർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, യെല്ലോ കളർ കൊണ്ടുണ്ടായിരിക്കുന്നത് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് ആണ്. ഇനി അടുത്ത ജനറേഷനിൽ സെക്കൻഡ് റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഈ രണ്ട് സ്ട്രാൻഡ്സും സെപ്പറേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് പുതിയ സ്ട്രാൻഡ്സ് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സ് സിന്തസൈസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ സെമി കൺസർവേറ്റീവ് മോഡലിൽ ഒരു DNA മോളിക്യൂൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഓൾഡ് സ്ട്രാൻഡും വേറെ സ്ട്രാൻഡ് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. ഇനി ഡിസ്പേഴ്സീവ് മോഡൽ എന്ന് പറയുന്നത് ഒരു ന്യൂലി സിന്തസൈസ്ഡ് DNA മോളിക്യൂളിൽ തന്നെ ഒരു സ്ട്രാൻഡിൽ തന്നെ നമുക്ക് രണ്ടിൻ്റെയും കോമ്പിനേഷൻ കാണാൻ സാധിക്കും. അതായത് ഓൾഡ് സ്ട്രാൻഡിൻ്റെയും പുതിയ സ്ട്രാൻഡിൻ്റെയും കോമ്പിനേഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു മൊസൈക്ക് മോഡലാണ് ഡിസ്പേഴ്സീവ് മോഡൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ആപ്റ്റായിട്ട് DNA റിപ്ലിക്കേഷൻ നടക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത മോഡലാണ് സെമി കൺസർവേറ്റീവ് മോഡൽ. അതായത് DNAയുടെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ സെമി കൺസർവേറ്റീവ് മാനറിലാണ് വാട്സൺ ആൻഡ് ക്രിക്ക് DNA റിപ്ലിക്കേഷൻ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ സെമി കൺസർവേറ്റീവ് മോഡലിലാണ് DNA റിപ്ലിക്കേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. മെസൽസൺ സ്റ്റാൾ എക്സ്പെരിമെൻ്റ് വഴി ഈ പർട്ടിക്കുലർ കൺസെപ്റ്റ് എക്സ്പെരിമെൻ്റലായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെമി കൺസർവേറ്റീവ് DNA റിപ്ലിക്കേഷൻ ആണ് DNA റിപ്ലിക്കേഷൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള മോഡൽ. സെമി കൺസർവേറ്റീവ് DNA റിപ്ലിക്കേഷൻ മോഡൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഡീപ്പായിട്ട്. ഇവിടെ ഒരു DNA മോളിക്യൂൾ കാണിച്ചിട്ടുണ്ട്. അതിന് രണ്ട് സ്ട്രാൻഡ്സ് ആണുള്ളത്. 5 to 3 ഓറിയൻറ്റേഷനുള്ള ഒരു സ്ട്രാൻഡും ദെൻ 3 to 5 ഓറിയൻറ്റേഷനുള്ള വേറൊരു സ്ട്രാൻഡും. റിപ്ലിക്കേഷൻ്റെ സമയത്ത് ഈ രണ്ട് സ്ട്രാൻഡ്സും സെപ്പറേറ്റഡ് ആകുന്നു. സെപ്പറേറ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് സ്ട്രാൻഡ്സിനെയും പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഈ സ്ട്രാൻഡ്സിനകത്തുള്ള ന്യൂക്ലിയോടൈഡ്സ് തമ്മിലുള്ള നൈട്രോജനസ് ബേസിസിലുള്ള ബോണ്ടിങ് ആണ്. അതായത് ഇപ്പോൾ അഡിനിനും തൈമിനും തമ്മിലുള്ള ബോണ്ടിങ്, ദെൻ ഗുവാനിൻ സൈറ്റോസിനും തമ്മിലുള്ള ബോണ്ടിങ്, അതായത് പ്യൂരീൻസും പിരമിഡിൻസും തമ്മിലുള്ള ആ ബോണ്ടിങ് ആണ്. ആ ബോണ്ടിങ് ആദ്യമേ ബ്രേക്ക് ചെയ്യപ്പെടുന്നു. അതായത് DNA-ക്ക് അൺവൈൻഡിങ് സംഭവിക്കുന്നു. DNA-യിലുള്ള രണ്ട് സ്ട്രാൻഡ്സും സെപ്പറേറ്റഡ് ആയി പോകുന്നു. ഇപ്പോൾ ഇവിടെ 5 to 3 ഡയറക്ഷനുള്ള സ്ട്രാൻഡ് ഇവിടെ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഇനി 3 to 5 ഡയറക്ഷനുള്ള സ്ട്രാൻഡ് ഇവിടെ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടെംപ്ലേറ്റ് ആക്കി വെച്ചുകൊണ്ട് അതിൻ്റെ സീക്വൻസ് നോക്കുക. ATGC എന്ന് പറയുന്ന സീക്വൻസിലാണ് 5 to 3 സ്ട്രാൻഡ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സീക്വൻസ് എന്ന് പറയുന്നത് TACG എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യപ്പെടുന്നു. ഈ സിന്തസിസ് നടത്തുന്നത് DNA പോളിമറൈസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് അല്ലെങ്കിൽ എൻസൈം ആണ്. ഇനി ഈ സ്ട്രാൻഡിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സീക്വൻസ്, അതായത് 3 to 5 ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ TACG ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ATGC എന്ന് പറയുന്ന കോമ്പിനേഷനുള്ള ഒരു സ്ട്രാൻഡ് ഇവിടെ 5 to 3 ഡയറക്ഷനിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് പുതിയ സ്ട്രാൻഡ്സ് സിന്തസൈസ് ചെയ്യപ്പെടുന്ന ഒരു മോഡലാണ് സെമി കൺസർവേറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. ഒരു DNA മോളിക്യൂള് ഏതൊരു സ്റ്റേജിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഓൾഡ് സ്ട്രാൻഡും ഉണ്ടായിരിക്കും, ഒരു ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ആനിമേഷൻ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഇവിടെ DNA-യുടെ ഡബിൾ സ്ട്രാൻഡഡ് നേച്ചർ കാണിച്ചിട്ടുണ്ട്. രണ്ട് സ്ട്രാൻഡ്സും പരസ്പരം തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ലാതാവുന്നു, സെപ്പറേറ്റഡ് ആവുന്നു. പിന്നീട് ഓരോ സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആക്കി വെച്ചുകൊണ്ട് അതിൽ നിന്ന് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സിനെ സിന്തസൈസ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ആ ഒറിജിനൽ മോളിക്യൂൾ റിപ്ലിക്കേറ്റ് ചെയ്തു. അപ്പോൾ ആ റിപ്ലിക്കേറ്റ് ചെയ്ത മോളിക്യൂളിനകത്ത് ഒരു ടെംപ്ലേറ്റും ഉണ്ട്, ഒരു ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡും ഉണ്ട്. ഒരു ടെംപ്ലേറ്റും ഒരു ന്യൂലി സിന്തസൈസ്ഡും. ഇതിനെയാണ് സെമി കൺസർവേറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡബിൾ ഹെലിക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒറിജിനൽ DNA നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് അൺവൈൻഡിങ് നടന്ന് സ്ട്രാൻഡ്സ് പരസ്പരം സെപ്പറേറ്റഡ് ആവുന്നു. അതിൽ നിന്ന് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA സ്ട്രാൻഡ്സ് സിന്തസൈസ് ചെയ്യപ്പെടുന്നു. റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള DNA-യുടെ ഒരു കോൺഫിഗറേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെമി കൺസർവേറ്റീവ് മാനറിലാണ് റിപ്ലിക്കേഷൻ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നീല കളറിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ടെംപ്ലേറ്റ് സ്ട്രാൻഡ്സ് ആണ്. അപ്പോൾ രണ്ട് സ്ട്രാൻഡ്സ് സെപ്പറേറ്റഡ് ആയി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സ് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്സ്
ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ടെംപ്ലേറ്റ്, അതായത് ഈ ടെംപ്ലേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ആണ് ഈ പർട്ടിക്കുലർ ടെംപ്ലേറ്റിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് അല്ലെങ്കിൽ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് കാണിക്കുന്നത്. ഇതും ഈ സ്ട്രാൻഡും ഐഡന്റിക്കൽ ആയിരിക്കും. പക്ഷേ ഇത് ഓൾഡും ഇത് ന്യൂലി സിന്തസൈസ്ഡും ആണ്. ഇത് ഈ ഓൾഡ് സ്ട്രാൻഡിന്റെ കോംപ്ലിമെന്ററി ആണ്. അതേപോലെ തന്നെയാണ് ഈ പർട്ടിക്കുലർ ടെംപ്ലേറ്റ്, ഈ ഓൾഡ് സ്ട്രാൻഡിന്റെ അതേ സീക്വൻസ് ആണ് ഈ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് കാണിക്കുന്നത്. പക്ഷേ അത് ഈ ഓൾഡ് സ്ട്രാൻഡിന്റെ കോംപ്ലിമെന്ററി ആയിരിക്കും. ഇനി അടുത്ത സെഷൻസിൽ ഈ പർട്ടിക്കുലർ പ്രോസസ്സിന്റെ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ് നമ്മൾ അനലൈസ് ചെയ്യും. മോളിക്കുലാർ മെക്കാനിസംസ് ഒക്കെ അനലൈസ് ചെയ്യും.